ഹായ് ഹലോ എല്ലാവർക്കും ക്യൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ PYQ സീരീസിന്റെ ഡേ 4 ആണ്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കുടുംബശ്രീ. ആ കാലത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മലപ്പുറം ജില്ലയിലാണ് ഇത് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഓപ്ഷൻസ് കൂടി നോക്കാം. ജീവനം പദ്ധതി കേരള ഗവൺമെന്റിന്റെ വേതന തൊഴിൽ പദ്ധതിയാണ്. 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് പദ്ധതിയാണ് വയോമിത്രം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. അടുത്ത ചോദ്യം, 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി, സുഗതകുമാരി. പാതിരാപ്പൂക്കൾ, രാത്രിമഴ, അമ്പലമണി എന്നിവ സുഗതകുമാരിയുടെ പ്രശസ്തമായ രചനകളാണ്. അടുത്ത ചോദ്യം, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ എ, അനുച്ഛേദം 226. ഓപ്ഷൻസ് നോക്കുമ്പോൾ അനുച്ഛേദം 32 സുപ്രീം കോടതികളുടെ റിട്ട് പുറപ്പെടുവിക്കൽ അധികാരത്തെ സൂചിപ്പിക്കുന്നു. അനുച്ഛേദം 51A മൗലിക കടമകളെ പറ്റിയുള്ളതും അനുച്ഛേദം 40 ഗ്രാമപഞ്ചായത്തുകളെ പറ്റിയുമാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, അനുച്ഛേദം 14. അനുച്ഛേദം 24 ബാലവേല നിരോധനം, അനുച്ഛേദം 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അനുച്ഛേദം 22 അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ എ, സ്വരൺ സിംഗ് കമ്മിറ്റി. കോത്താരി കമ്മിറ്റി വിദ്യാഭ്യാസ കമ്മിറ്റിയും ബൽവന്ത് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവ പഞ്ചായത്ത് രാജുമായി ബന്ധമുള്ളതുമാണ്. അടുത്ത ചോദ്യം, 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ബി, ശ്രീനാരായണ ഗുരു. ഇദ്ദേഹത്തെയാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന രചനകളാണ് ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ശിവശതകം, ദൈവദശകം, ആത്മോപദേശ ശതകം, നവമഞ്ജരി, ധർമ്മ എന്നിവ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ഉത്തരം ഓപ്ഷൻ സി, ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വരുന്നത് 1978 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. ദേശീയോദ്യാനങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യണേ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഉത്തരം ഓപ്ഷൻ ഡി, വേമ്പനാട്ട് കായൽ. ഓപ്ഷൻസിൽ ശാസ്താംകോട്ട കായലുണ്ട്. ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. എഫ് ആകൃതിയിലാണ് ഈ തടാകമുള്ളത്. അടുത്തത് അഷ്ടമുടി കായൽ നീരാളിയുടെ ആകൃതിയിലുള്ള കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ്. പൂക്കോട് തടാകം വയനാട് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം? ഉത്തരം ഓപ്ഷൻ ഡി, വിഴിഞ്ഞം. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? ഉത്തരം ഓപ്ഷൻ എ, കുമ്പളങ്ങി. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിന്റെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിലാണ് ഈ വിളംബരം പുറപ്പെടുവിച്ചത്. ഓപ്ഷൻസ് കൂടി നോക്കാം. വൈക്കം സത്യാഗ്രഹം 1924 പാലിയം സത്യാഗ്രഹം 1947 ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടക്കുന്നത്. അടുത്ത ചോദ്യം, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടതാര്? ഉത്തരം ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികൾ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നും ബാല്യകാലത്ത് കുഞ്ഞംപിള്ള എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം എന്നിവ. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത? ഉത്തരം ഓപ്ഷൻ ബി, PT ഉഷ.
PT ഉഷയുടെ ആത്മകഥയുടെ പേരാണ് ഗോൾഡൻ ഗേൾ. അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് PT ഉഷയാണ്. അവസാനത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. ഉത്തരം ഓപ്ഷൻ ഡി, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721 ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്.